ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നാളെ മോർണിംഗ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 ഫസ്റ്റ് എപ്പിസോഡ് എയർ ചെയ്യാൻ പോവാണ്. സോ അതിന് മുമ്പായിട്ട് ആദ്യത്തെ 2 സീസൺസിന്റെ റീക്യാപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. സീസൺ 1 റീക്യാപ്പ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുമല്ലോ. ആൻഡ് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇന്നപ്പോൾ നമുക്ക് സെക്കൻഡ് സീസൺ റീക്യാപ്പ് നോക്കിയാലോ. വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 തുടങ്ങുമ്പോൾ ജെയ്സ് ടർഗേറിയൻ നൈറ്റ്സ് വാച്ചിന്റെ വാൾ വിസിറ്റ് ചെയ്യുന്നതും അവിടെ വെച്ച് വിന്റർഫെല്ലിലെ ലോർഡ് ക്രേഗൻ സ്റ്റാർക്കുമായി സൗഹൃദത്തിലാകുന്നത് നമുക്ക് കാണാം. തുടർന്ന് ക്വീൻ റെനേറയുടെ അയൺ ത്രോണിലേക്കുള്ള ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യാനായി നോർത്തിൽ നിന്നും 2000 സോൾജേഴ്സിനെ നൽകാമെന്ന് ക്രേഗൻ സ്റ്റാർക്ക് ഉറപ്പു നൽകുന്നു. എന്നാൽ ഈ പുതിയ അലയൻസിന്റെ സന്തോഷം അധിക നേരം എൻജോയ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ തന്റെ അനിയനായ ലൂക്കിന്റെ മരണവാർത്ത ജെയ്സിന്റെ അടുക്കലേക്ക് എത്തുന്നു. ഇളയ മകന്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന തന്റെ അമ്മയെ ആശ്വസിപ്പിക്കാനും അവർക്കൊപ്പം നിൽക്കാനുമായി ജെയ്സ് എത്രയും വേഗം ഡ്രാഗൺ സ്റ്റോണിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. കിങ്സ് ലാൻഡിങ്ങിൽ ക്വീൻ റെനേറയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികളെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് സ്മോൾ കൗൺസിൽ ചർച്ച ചെയ്യുന്നു. ഈ കൗൺസിലിന് കിങ് ഏഗോൺ തന്നെയാണ് നേതൃത്വം നൽകുന്നതെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ മകനായ കുഞ്ഞു ജെഹറസിലാണ്. ഭാവിയിൽ അയൺ ത്രോണിൽ ഇരിക്കാനുള്ള ആദ്യകാല ട്രെയിനിങ്സ് നൽകുന്നതിനായി ഏഗോൺ അവനെ തന്റെ നിഴൽ പോലെ എവിടെയും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും ഒപ്പം കൂട്ടുന്നുണ്ട്. അതേസമയം തന്റെ ചുറ്റിനുമുള്ള സൂത്രശാലികളായ പുരുഷന്മാർക്കിടയിൽ തന്റെ സ്വന്തം അതോറിറ്റി നിലനിർത്താൻ ആലിസന്റ് ഹൈറ്റവർ ഏറെ പാടുപെടുന്നുണ്ട്. ആലിസന്റെ കൊട്ടാരത്തിലെ എല്ലാ പൊസിഷൻസിലും തന്നോട് കൂറുള്ള ആൾക്കാരെ നിയമിച്ചുകൊണ്ട് ലാരിസ് സ്ട്രോങ് അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അത് കാരണം കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരും തന്നെ അവൾക്കൊപ്പം ഇല്ലാതാകുന്നു. ലൂക്കിന്റെ മരണത്തിൽ വളരെയധികം കുറ്റബോധം തോന്നുന്ന ആലിസന്റ് റെനേറയുമായി സമാധാന ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛനും ഹാൻഡ് ഓഫ് ദ കിങ്ങുമായ ഓട്ടോ ഹൈറ്റവർ യുദ്ധത്തിനായി തയ്യാറെടുക്കാൻ കിങ് ഏഗോണിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ മകന്റെ മരണത്തിൽ ക്വീൻ റെനേറ ഇപ്പോഴും അതീവ ദുഃഖത്തിലായിരിക്കുമ്പോൾ തന്നെ വെലാരിയോൺ ഫ്ലീറ്റ് കിങ്സ് ലാൻഡിങ്ങിന് ചുറ്റുമുള്ള ജലാശയങ്ങളിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇതോടെ ടീം ഗ്രീന്റെ പക്ഷത്തേക്ക് എത്തേണ്ട അവശ്യ ഭക്ഷണവും മറ്റ് സപ്ലൈസും പൂർണ്ണമായും തടസ്സപ്പെടുന്നു. ഇതിന്റെ ഫലമായി കിങ്സ് ലാൻഡിങ്ങിലെ സാധാരണ ജനങ്ങൾ കടുത്ത പട്ടിണിയിലാവുകയും ദുരിതം അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ തങ്ങളെ സഹായിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന കിങ് ഏഗോണിനോട് ആളുകൾക്ക് വലിയ അമർഷവും വിയോജിപ്പും തോന്നാൻ തുടങ്ങുന്നു. കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മിസാരിയ വെലാരിയോൺ ഫ്ലീറ്റിന്റെ പിടിയിലാവുകയും ഡ്രാഗൺ സ്റ്റോണിൽ തടവിലാക്കപ്പെടുകയും ചെയ്യുന്നു. വയലന്റ് ആയൊരു പ്രതികാരത്തിനായി കൊതിച്ചിരിക്കുന്ന ഡെയ്മോൺ ലൂക്കിന്റെ മരണത്തിന് പകരമായി ചോര തന്നെ വീഴ്ത്താൻ മിസാരിയയുടെ സഹായം തേടുന്നു. തുടർന്ന് രഹസ്യമായി കിങ്സ് ലാൻഡിങ്ങിലേക്ക് കടക്കുന്ന ഡെയ്മോൺ എ സൺ ഫോർ എ സൺ അഥവാ ഒരു മകന്റെ ജീവന് പകരമായി മറ്റൊരു മകൻ എന്ന ലക്ഷ്യത്തോടെ എയ്മോണ്ടിനെ വധിക്കാനായി ബ്ലഡ് എന്നും ചീസ് എന്നും വിളിക്കപ്പെടുന്ന 2 കൊലയാളികൾക്ക് പണം നൽകി ചുമതലപ്പെടുത്തുന്നു. എന്നാൽ കൊലയാളികൾക്ക് എയ്മോണ്ടിനെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അവർ തങ്ങളുടെ ടാർഗറ്റ് മാറ്റി കിങ് ഏഗോന്റെ മകനായ ജെഹറസിനെ ലക്ഷ്യമിടുകയും അവന്റെ അമ്മയായ ഹെലനയുടെ മുന്നിൽ വെച്ച് ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. കിങ്സ് ഗാർഡിന്റെ ലോർഡ് കമാൻഡർ എന്ന നിലയിൽ ക്രിസ്റ്റൻ കോളിന് ഈ കൊലപാതകത്തിൽ അതീവ നാണക്കേടും റിഗ്രറ്റും തോന്നുന്നു. ആലിസന്റുമായുള്ള സീക്രട്ട് അഫയറിൽ മുഴുകിയിരുന്നതിനാലാണ് പ്രിൻസ് ജെഹറസിനെ കൃത്യമായി സംരക്ഷിക്കുന്നതിൽ അവൻ പൂർണ്ണമായും പരാജയപ്പെട്ടത്. മകന്റെ വിയോഗത്തിൽ തകർന്നുപോയ കിങ് ഏഗോൺ റെനേറയോട് കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ ഈ ദാരുണമായ ദുരന്തം പോലും ടീം ഗ്രീനോട് ജനങ്ങൾക്ക് സഹതാപം തോന്നിക്കാനുള്ള ഒരു തന്ത്രപരമായ കരുവാക്കി മാറ്റുകയാണ് ഓട്ടോ ചെയ്യുന്നത്. കൊലയാളികളിൽ ഒരാൾ ഒരു റാറ്റ് കാച്ചർ അഥവാ എലിപിടുത്തക്കാരനാണെന്ന് സൂചന ലഭിക്കുന്ന ഏഗോൺ എന്നാൽ അത് ആരാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ നഗരത്തിലെ എല്ലാ റാറ്റ് കാച്ചേഴ്സിനെയും തൂക്കിലേറ്റാൻ ഉത്തരവിടുന്നു. ഉപരോധം കാരണം നഗരത്തിലെ സാധാരണ ജനങ്ങൾ ഇതിനകം തന്നെ ദുരിതത്തിലായ സാഹചര്യത്തിൽ ഈ ക്രൂരത ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന് പറഞ്ഞ് ഓട്ടോ ഈ പ്രവൃത്തിയെ ശക്തമായി ശാസിക്കുന്നു. ഇതിൽ പ്രകോപിതനായ ഏഗോൺ ദേഷ്യത്തിൽ തന്റെ മുത്തശ്ശനെ ഹാൻഡ് ഓഫ് ദ കിങ് പദവിയിൽ നിന്ന് പുറത്താക്കുകയും പകരം ക്രിസ്റ്റൻ കോളിനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയും ചെയ്യുന്നു. ഒപ്പം അവൻ ലാരിസിനെ തന്റെ പുതിയ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ആയി നിയമിക്കുന്നു. ക്രിസ്റ്റൻ കോൾ റെനേറയെ വധിക്കുന്നതിനായി കിങ്സ് ഗാർഡിലെ എറിക് കാർഗിലിനെ അവന്റെ ട്വിൻ ബ്രദറായ എറിക്കിന്റെ വേഷത്തിൽ രഹസ്യമായി ഡ്രാഗൺ സ്റ്റോണിലേക്ക് അയക്കുന്നു. അതേസമയം ഡ്രാഗൺ സ്റ്റോണിൽ നിരപരാധിയായ കുഞ്ഞു ജെഹറസിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഡെയ്മോണോട് റെനേറ കടുത്ത ദേഷ്യം പ്രകടിപ്പിക്കുന്നു. തനിക്ക് അർഹമായ ബഹുമാനവും വിശ്വാസവും ലഭിക്കുന്നില്ലെന്ന് തോന്നിയ ഡെയ്മോൺ ടീം ബ്ലാക്കിന് വേണ്ടി സൈന്യത്തെ അണിനിരത്താനായി ഡ്രാഗൺ സ്റ്റോൺ വിട്ട് റിവർലാൻഡ്സിലേക്ക് പുറപ്പെടുന്നു. ഇതിനുശേഷം ഡെയ്മോന്റെ കുതന്ത്രങ്ങളിൽ പങ്കാളിയായിരുന്നതിനെ കുറിച്ച് തടവിലായിരുന്ന മിസാരിയയെ റെനേറ ചോദ്യം ചെയ്യുകയും ഒടുവിൽ അവളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മിസാരിയ കൊട്ടാരം വിട്ടിറങ്ങുന്നതിനിടയിൽ തന്റെ മർഡർ പ്ലാൻ നടപ്പാക്കാനായി എത്തുന്ന എറിക്കിനെ അവൾ യാദൃശ്ചികമായി കാണാൻ ഇടയാകുന്നു.
മിസാരിയ ഉടൻ തന്നെ കാവൽക്കാരെ വിവരം അറിയിക്കുകയും തുടർന്ന് എറിക് കൃത്യസമയത്ത് ഇടപെട്ട് റെനേറയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. ട്വിൻസ് തമ്മിൽ നടന്ന വയലന്റ് ഫൈറ്റ് ഒടുവിൽ രണ്ടുപേരുടെ മരണത്തിലാണ് അവസാനിക്കുന്നത്. ഈ സംഭവത്തോടെ റെനേറയുടെ പൂർണ്ണ വിശ്വാസം നേടിയെടുത്ത മിസാരിയയെ ക്വീന്റെ സ്മോൾ കൗൺസിലിലേക്ക് പിന്നീട് നിയമിക്കുകയും ചെയ്യുന്നു. യുദ്ധം ആരംഭിക്കുന്നത് തടയാനായി ആലിസന്റുമായി സംസാരിക്കാൻ റെയ്നിസ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് റെനേറ അതീവ രഹസ്യമായി കിങ്സ് ലാൻഡിങ്ങിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് പഴയ സുഹൃത്തുക്കളായ റെനേറയും ആലിസന്റും ഒടുവിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഏഗോൺ ദ കോൺക്കററിന്റെ പ്രൊഫസിയെക്കുറിച്ചുള്ള കിങ് വിസേറസിന്റെ മരണസമയത്തെ വാക്കുകൾ ആലിസന്റ് തെറ്റിദ്ധരിച്ചതാണെന്നും തന്റെ മകൻ ഏഗോൺ അയൺ ത്രോണിൽ ഇരിക്കണം എന്നാണ് രാജാവ് ആഗ്രഹിച്ചതെന്ന് അവൾ തെറ്റായി വിശ്വസിക്കുകയായിരുന്നുവെന്നും റെനേറ മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞിട്ടും ഇരുപക്ഷത്തിനും വരാനിരിക്കുന്ന ഈ മഹായുദ്ധം ഇനി തടയാൻ കഴിയില്ലെന്നും കാര്യങ്ങൾ കൈവിട്ടു പോയെന്നും ആലിസന്റ് വ്യക്തമാക്കുന്നു. മറ്റൊരിടത്ത് റിവർലാൻഡ്സിലെ ലോർഡ്സിന്റെ സപ്പോർട്ട് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഡെയ്മോൺ ഇപ്പോൾ സർ സൈമൺ സ്ട്രോങ്ങിന്റെ കൺട്രോളിലുള്ള ഹാരൻഹാൾ കോട്ടയിൽ എത്തിച്ചേരുന്നു. ലയണലിന്റെയും ഹാർവിന്റെയും മരണത്തിന് കാരണക്കാരനായ തന്റെ ഗ്രാൻഡ് നെഫ്യൂ ലാരിസിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സൈമൺ റെനേറയുടെ ടീം ബ്ലാക്കിനോട് തന്റെ അലിജൻസ് പ്രഖ്യാപിക്കുന്നു. ഹാരൻഹാളിൽ താമസിക്കുന്നതിനിടയിൽ ഡെയ്മോണിനെ വിചിത്രമായ ചില വിഷൻസ് വിടാതെ പിന്തുടരുകയും അയൺ ത്രോണിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമടക്കം തന്റെ ഉള്ളിലെ ഏറ്റവും തീവ്രമായ മോഹങ്ങളെ കോൺഫ്രണ്ട് ചെയ്യാൻ അവൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഹൗസ് സ്ട്രോങ്ങിന്റെ ഒരു ബാസ്റ്റേർഡും ഒരു വിച്ചാണെന്ന് കരുതപ്പെടുന്നവളുമായ ആലിസ് റിവേഴ്സ് ഒരു നാൾ ഈ കോട്ടയുടെ മണ്ണിൽ വെച്ച് തന്നെ ആയിരിക്കും ഡെയ്മോൺ മരിക്കുക എന്നവന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഇന്നർ കോൺഫ്ലിക്റ്റുകൾക്കിടയിലും റിവർലാൻഡ്സിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിനായി കാലങ്ങളായി ശത്രുതയിലായിരുന്ന ബ്ലാക്ക്വുഡ്സ്, ബ്രാക്കൻസ് എന്നീ റീജിയണൽ ലോർഡ്സ് തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും ഡെയ്മോൺ ഏറെ പാടുപെടേണ്ടി വരുന്നു. ഡെയ്മോൺ ബ്ലാക്ക്വുഡ്സിന്റെ പക്ഷം ചേരുകയും ടീം ബ്ലാക്കിന് ആർമിയെ നൽകാം എന്ന അവരുടെ ഉറപ്പിന് പകരമായി ബ്രാക്കൻസിനെ അവരുടെ തന്നെ മണ്ണിൽ കയറി ക്രൂരമായി കൂട്ടക്കൊല ചെയ്യാൻ വില്യം ബ്ലാക്ക്വുഡിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അനുവാദം നൽകുകയും ചെയ്യുന്നു. ഈ ദുഷ്ടപ്രവൃത്തി ആ പ്രദേശത്തെ മറ്റ് ലോർഡ്സിനെ ചൊടിപ്പിക്കുകയും അവർ ഡെയ്മോണിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ നൽകിയിരുന്ന സപ്പോർട്ട് മുഴുവനായും പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ തന്റെ മക്കളുടെ ജീവൻ അപകടത്തിലാകും എന്ന് ഭയപ്പെടുന്ന റെനേറ ജഫ്രി, ഏഗോൺ ദി യങ്ങർ, വിസേറിസ് എന്നിവരുടെ സംരക്ഷണത്തിനായി 4 ഡ്രാഗണെക്സ് അടങ്ങിയ ഒരു ബോക്സിനൊപ്പം ലേഡി ജെയിൻ ആരന്റെ മേൽനോട്ടത്തിൽ ഈറിയിലേക്ക് അയക്കുന്നു. കുട്ടികളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതിനായി സ്വന്തം കുടുംബത്തിൽ ഡ്രാഗൺ ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി താനാണെന്ന ചിന്തയിൽ മനസ്സിൽ കടുത്ത അമർഷം വെച്ചിരിക്കുന്ന ഡെയ്മോന്റെ മകൻ റെയ്നയെയും റെനേറ അവർക്കൊപ്പം അയക്കുന്നുണ്ട്. ടീം ഗ്രീനിനായി ഹാരൻഹാൾ തിരിച്ചു പിടിക്കാൻ ഒരു ആർമിയെ നയിക്കാൻ കിങ് ഏഗോൺ ക്രിസ്റ്റൻ കോളിനെ ചുമതലപ്പെടുത്തുന്നു. ആലിസറ്റിന്റെ സഹോദരനായ ഗ്വിന്നും ക്രിസ്റ്റനൊപ്പം ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. എന്നാൽ ഏഗോന്റെ ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹാരൻഹാളിന് പകരം റൂക്സ് റെസ്റ്റ് കോട്ട പിടിച്ചെടുക്കാൻ ക്രിസ്റ്റൻ ഏമോണ്ടുമായി ചേർന്ന് ഒരു സീക്രട്ട് പ്ലാൻ തയ്യാറാക്കുന്നു. തന്റെ പുറകിൽ നിന്ന് ഏമോണ്ടും ക്രിസ്റ്റനും തന്ത്രങ്ങൾ മെനയുന്നതറിഞ്ഞ ഏഗോൺ കടുത്ത ദേഷ്യത്തിലാകുന്നുണ്ടെങ്കിലും ഏമോണ്ടിനെ നേരിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അവന് പരസ്യമായി വീണ്ടും അപമാനിതനാകേണ്ടി വരികയാണ് ചെയ്യുന്നത്. തുടർന്ന് ആശ്വാസത്തിനായി ഏഗോൺ തന്റെ അമ്മയെ സമീപിക്കുമ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആലിസന്റ് അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഒരു നല്ല രാജാവാകാനുള്ള വിവേകം അവനില്ലെന്നും അതിനാൽ തീരുമാനങ്ങളെല്ലാം സ്മോൾ കൗൺസിലിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് അവനെ കൂടുതൽ നിരാശനാക്കുന്നു. മദ്യലഹരിയിലും കടുത്ത അമർഷത്തിലുമായ ഏഗോൺ റൂക്സ് റെസ്റ്റിലെ യുദ്ധത്തിൽ പങ്കുചേരാനും അതിന്റെ മുഴുവൻ സക്സസ് ക്രെഡിറ്റും സ്വന്തമാക്കാനുമായി തന്റെ ഡ്രാഗണായ സൺഫയറിന്റെ പുറത്തു കയറി അവിടേക്ക് പറന്നു പോകുന്നു. അതേസമയം റൂക്സ് റെസ്റ്റിന് നേരെ ഗ്രീൻസ് നടത്തിയ അറ്റാക്കിനെ കുറിച്ച് അറിഞ്ഞ ജെയ്സ് തനിക്കും ബാറ്റിൽ ഫീൽഡിലേക്ക് പറക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു മകനെ കൂടി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ റെനേറ അത് വിലക്കുകയും പകരം താൻ തന്നെ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അപകടകരമായ നീക്കത്തിൽ നിന്ന് ക്വീനിനെ പിന്തിരിപ്പിക്കുന്ന റെയ്നിസ് തന്റെ സ്വന്തം ഡ്രാഗണായ മേലിസിനൊപ്പം താൻ തന്നെ യുദ്ധത്തിന് പോകാം എന്ന് വോളണ്ടിയർ ചെയ്യുന്നു. ബാറ്റിലിന് പുറപ്പെടുന്നതിന് മുൻപായി റെയ്നിസ് തന്റെ ഭർത്താവായ കോർലിസ് വെലാരിയോനോട് ഇമോഷണലായി വിട പറയുകയും അദ്ദേഹത്തിന് രഹസ്യമായി ജനിച്ച 2 ബാസ്റ്റേർഡ്സ് ആയ ആലനെയും ആഡമിനെയും കുറിച്ച് തനിക്ക് അറിയാമെന്ന കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. തങ്ങളുടെ യഥാർത്ഥ മക്കളെല്ലാം മരണപ്പെട്ട സാഹചര്യത്തിൽ ഈ മക്കളെ പബ്ലിക്കായി തന്നെ അംഗീകരിക്കുന്നതിലുള്ള നാണക്കേടുകളെല്ലാം മറന്നു കളയാനും വെലാരിയോൺസിന്റെ ഒഫീഷ്യൽ സീറ്റായ ഡ്രിഫ്റ്റ് മാർക്കിന്റെ യഥാർത്ഥ അവകാശികളായി അവരെ ഉചിതമായ പദവിയിലേക്ക് ഉയർത്താനും റെയ്നിസ് കോർലിസിനോട് പറയുന്നു. തുടർന്ന് റൂക്സ് റെസ്റ്റിലെ യുദ്ധക്കളത്തിലേക്ക് പറന്നിറങ്ങുന്ന റെയ്നിസ് ഗ്രീൻസിന്റെ ആർമിയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ മേലിസിന് കമാൻഡ് നൽകുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ടീം ബ്ലാക്കിന്റെ ഡ്രാഗൺസിനെ തങ്ങളുടെ വമ്പൻ ഡ്രാഗണായ വേഗാറിനെ ഉപയോഗിച്ച് വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏമോണ്ട് ഒരുക്കിയ ഒരു ട്രാപ്പ് ആയിരുന്നു ഇതെല്ലാം. ഏഗോണും യുദ്ധത്തിലേക്ക് പറന്നെത്തുമ്പോൾ ഏമോണ്ട് ഒട്ടും ദയയില്ലാതെ വേഗാറിനെ കൊണ്ട് റെയ്നിസിനെയും ഒപ്പം സ്വന്തം സഹോദരനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. കടുത്ത പരിക്കുകളോടെ ഏഗോണും സൺഫയറും നിലത്തേക്ക് പതിക്കുമ്പോൾ വേഗാർ ആകാശത്ത് വെച്ച് തന്നെ മേലിസിനെ കൊലപ്പെടുത്തുകയും ഇതോടെ റെയ്നിസ് താഴേക്ക് വീണ് മരണപ്പെടുകയും ചെയ്യുന്നു.
യുദ്ധക്കളത്തിലെ ഭീകരമായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ക്രിസ്റ്റൻ കോൾ മാരകമായി പരിക്കേറ്റ് മരിക്കാറായി കിടക്കുന്ന കിങ് ഏഗോണിനെ വധിക്കാൻ തുനിയുന്ന ഏമോണ്ടിനെ കണ്ടെത്തുകയും അവനെ അതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ ഗ്രീൻസ് വിജയം വരിച്ചെങ്കിലും മേലിസ് എന്ന ഡ്രാഗന്റെ മരണം ആഘോഷിക്കുന്നതിനെ ഒരു അശുഭ ലക്ഷണമായാണ് നഗരത്തിലെ സാധാരണ ജനങ്ങൾ കാണുന്നത്. ഏഗോൺ ഇപ്പോൾ അബോധാവസ്ഥയിൽ തുടരുന്നതിനാൽ ആലിസന്റ് ക്വീൻ റീജന്റായി ഭരണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ ഒരു സ്ത്രീയാണ് എന്ന കാരണത്താൽ സ്മോൾ കൗൺസിൽ ആ റിക്വസ്റ്റ് നിരസിക്കുകയും പകരം ഭരണം നിർവഹിക്കാനായി ഏമോണ്ടിനെ റീജന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഭരണം ഏറ്റെടുത്ത ഉടൻ തന്നെ ഏമോണ്ട് ഒരു ഫാഷിസ്റ്റിനെ പോലെ ഭരിക്കാൻ തുടങ്ങുകയും പട്ടിണിയിലായ ജനങ്ങൾ സിറ്റി വാൾസിന് പുറത്തേക്ക് കടക്കുന്നത് പൂർണ്ണമായും തടയുകയും ചെയ്യുന്നു. ഏമോണ്ടിന്റെ ഈ ക്രൂരമായ നടപടികളിൽ ആലിസന്റിന് വലിയ ആശങ്ക തോന്നുന്നു. അതേസമയം കിങ് ഏഗോണിനെ ഏമോണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് താൻ സാക്ഷിയായിരുന്നു എന്ന വിവരം ക്രിസ്റ്റൻ കോൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. ഇതിനിടയിൽ ആലിസന്റിനെ സ്മോൾ കൗൺസിലിൽ നിന്ന് പുറത്താക്കുന്ന ഏമോണ്ട് ക്രിസ്റ്റൻ കോളിനെ ഹാൻഡ് ഓഫ് ദ കിങ് പദവിയിൽ നിന്ന് മാറ്റുകയും പകരം തന്റെ മുത്തശ്ശനായ ഓട്ടോയോട് തിരികെ കിങ്സ് ലാൻഡിങ്ങിലെത്തി ആ പദവി വീണ്ടും ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഓൾഡ് ടൗണിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഓട്ടോയെ ഒരു അജ്ഞാത ശത്രു പിടികൂടുന്നു. തുടർന്ന് ഹാരൻ ഹോൾ ഡേമണിൽ നിന്ന് തിരിച്ചു പിടിക്കാനായി ഏമോണ്ട് ക്രിസ്റ്റൻ കോളിനെ അങ്ങോട്ട് അയക്കുകയും വെലാരിയോൺ ഫ്ലീറ്റിന്റെ ഉപരോധം തകർക്കാൻ സഹായിക്കുന്നതിനായി ട്രയാർക്കയുമായി സഖ്യമുണ്ടാക്കാൻ ലോർഡ് ടൈലന്റ് ലാനിസ്റ്ററെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. പുറപ്പെടുന്നതിന് മുൻപായി തനിക്ക് ഈ യുദ്ധത്തിലുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ക്രിസ്റ്റൻ ഗ്വെന്നിനോട് സമ്മതിക്കുന്നു. കാരണം ഈ യുദ്ധം തന്റേതുൾപ്പെടെ നിരവധി മനുഷ്യരുടെ അർത്ഥശൂന്യമായ മരണത്തിൽ മാത്രമേ കലാശിക്കൂവെന്ന് അവനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഏമോണ്ട് തന്നെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ലാരിസ് സ്ട്രോങ് രോഗബാധിതനായ ഏഗോണിനെ സമീപിക്കുകയും അവന്റെ ശരീരം തളർന്നിരിക്കുകയാണെങ്കിലും മനസ്സിപ്പോഴും ശക്തമാണെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റെയ്നിസിന്റെ വിയോഗത്തിൽ ദുഃഖിതനായ കോർലിസിന് തന്റെ ഭാര്യയുടെ ധൈര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വലിയൊരു ഇൻസ്പിറേഷനായി മാറുന്നു. തുടർന്ന് ഒരു പെണ്ണാണെന്നത് വകവെക്കാതെ തന്നെ തന്റെ കൊച്ചുമകളായ ബേലയെ ഡ്രിഫ്റ്റ് മാർക്കിന്റെ അവകാശിയായി നിയമിക്കാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം അവളെ അറിയിക്കുന്നു. എന്നാൽ താനൊരു ടർഗേറിയൻ ആണെന്ന് കരുതുന്നതിനാലും തങ്ങളുടെ ഹൗസിന്റെ സീറ്റിൽ ഒരു യഥാർത്ഥ വെലാരിയോൺ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനാലും ബെയ്ല ഈ ഓണർ നിരസിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കോർലിസ് തന്റെ ഷിപ്പിലെ ഫസ്റ്റ് മേറ്റായി തന്റെ ബാസ്റ്റേഡായ ആലിനെ നിയമിക്കുന്നു. എന്നാൽ കോർലിസിന്റെ യഥാർത്ഥ മക്കൾ ജീവിച്ചിരുന്ന കാലത്ത് തങ്ങളെപ്പോലുള്ള ബാസ്റ്റേർഡ്സിനെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്ന കാരണത്താൽ ഇനി മുതൽ തന്റെ പിതാവുമായി യാതൊരുവിധ പദവികൾക്കോ ബന്ധങ്ങൾക്കോ താനില്ലെന്ന് പറഞ്ഞ് ആലൻ അത് നിരസിക്കുന്നു. ഈ ഇമോഷണൽ പ്രതിസന്ധികൾക്കിടെ റെനേറ അദ്ദേഹത്തെ തന്റെ പുതിയ ഹാൻഡ് ഓഫ് ദ ക്വീനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യുദ്ധസമയത്ത് തന്റെ അമ്മ തന്നെ നിരന്തരം മാറ്റി നിർത്തുന്നതിൽ ജേസ് അതീവ നിരാശനാവുകയും തന്റെ ഉഡ്ബിയായ ബെയ്ലയിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്ന് റെനേറയുടെ അനുവാദമില്ലാതെ തന്നെ ജേസ് ഫ്ലൈ ചെയ്തു പോയി ലോർഡ് ഫ്രേയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്നു. ഇതോടെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് സഞ്ചരിക്കുന്ന ക്രേഗൻ സ്റ്റാർക്കിന്റെ ആർമിക്ക് ട്രൈഡന്റിലുള്ള ഫ്രേസിന്റെ ബ്രിഡ്ജ് ഉപയോഗിക്കാനുള്ള അനുമതി ലഭിക്കുന്നു. തന്റെ മകന്റെ ഈ ധീരമായ നടപടിയെ റെനേറ പ്രശംസിക്കുകയും ഒടുവിൽ അവനെ തന്റെ ഏറ്റവും വിശ്വസ്തരായ ഇന്നർമോസ്റ്റ് സർക്കിളിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അവൾ എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന ഏഗോൺ ദ കോൺകററിന്റെ പ്രൊഫസിയെ കുറിച്ച് ജെയ്സിനോട് വെളിപ്പെടുത്തുന്നു. ഒപ്പം ഗ്രീൻസിനെതിരെ തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആയുധം തങ്ങളുടെ പക്കലുള്ള കൂടുതൽ ഡ്രാഗൺസ് ആണെന്ന് ആ അമ്മയും മകനും തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് നിലവിൽ റൈഡേഴ്സ് ഇല്ലാത്ത ഡ്രാഗൺസിനെ മെരുക്കി റൈഡ് ചെയ്യാൻ ശേഷിയുള്ള ടർഗേറിയൻ ബ്ലഡ് ലൈനിൽ പെട്ട അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടെത്താം എന്ന പ്രതീക്ഷയിൽ റെനേറയും ജേസും ഡ്രാഗൺ സ്റ്റോണിലെ പഴയ റെക്കോർഡ്സ് പരിശോധിക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം മിസാരിയ കിങ്സ് ലാൻഡിങ്ങിലെ പട്ടിണി പാവങ്ങളായ സാധാരണ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഭക്ഷണവും സപ്ലൈസും എത്തിച്ചു നൽകാൻ ആരംഭിക്കുന്നു. ഇത് ജനങ്ങൾ ക്വീൻ റെനേറയെ പ്രൈസ് ചെയ്യാനും ടീം ഗ്രീൻസിനോട് കൂടുതൽ വെറുപ്പ് കാണിക്കാനും കാരണമാകുന്നു. ഇതിനിടയിൽ റെനേറ മിസാരിയയുമായി കൂടുതൽ അടുപ്പത്തിലാവുകയും ഇരുവരും പരസ്പരം കിസ് ചെയ്യുക പോലും ചെയ്യുന്നു. ലെയ്നോറിന്റെ ആബ്സെൻസിൽ ദീർഘനാളായി റൈഡർമാർ ഇല്ലാതിരുന്ന സീസ്മോക്ക് എന്ന ഡ്രാഗൺ കോർലിസിന്റെ ബാസ്റ്റേഡായ ആഡമിനെ തന്റെ പുതിയ റൈഡറായി സ്വയം തിരഞ്ഞെടുക്കുന്നു. കോർലിസ് ആണ് തന്റെ അച്ഛൻ എന്ന കാര്യം രഹസ്യമായി വെച്ചുകൊണ്ട് തന്നെ ആഡം ഒരു ഡ്രാഗൺ റൈഡർ എന്ന നിലയിൽ റെനേറയോട് തന്റെ അലിജൻസ് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിന് പിന്നാലെ കിങ്സ് ലാൻഡിങ്ങിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ടർഗേറിയൻ ബാസ്റ്റേർഡ്സിലേക്ക് അഥവാ ഡ്രാഗൺ സീറ്റ്സിലേക്ക് തങ്ങളുടെ ഡ്രാഗൺ റൈഡേഴ്സിനായുള്ള തിരച്ചിൽ വ്യാപിക്കാൻ മിസാരിയ റെനേറയോട് നിർദ്ദേശിക്കുന്നു. എന്നാൽ ഹാർവിൻ സ്ട്രോങ്ങിന്റെ ബാസ്റ്റേഡായ തന്റെ സ്വന്തം സിറ്റുവേഷൻ ഓർത്ത് നാണക്കേട് തോന്നിയ ജേസ് തുടക്കത്തിൽ ഈ ആശയത്തെ ശക്തമായി എതിർക്കുന്നു. കിങ്സ് ലാൻഡിങ്ങിൽ ടർഗേറിയൻ ബ്ലഡ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ഡ്രാഗൺ സ്റ്റോണിലെത്തി ഒരു ഡ്രാഗണെ ക്ലെയിം ചെയ്യാൻ ശ്രമിക്കണം എന്നാവശ്യപ്പെട്ട് മിസാരിയ അവിടെയെങ്ങും സന്ദേശങ്ങൾ അയക്കുന്നു. ഇങ്ങനെ വന്ന ഡ്രാഗൺ സീറ്റ്സിൽ കിങ്സ് ലാൻഡിങ്ങിലെ മെഡിസിൻ സപ്ലൈസിന്റെ കുറവ് കാരണം തന്റെ മകൾ മരിച്ചതിന്റെ ദുഃഖത്തിലായിരുന്ന ഹ്യൂ ഹാമർ എന്നൊരു സാധാരണ ബ്ലാക്ക് സ്മിത്തും
താൻ വിസേറിസിന്റെയും ഡെയ്മോന്റെയും സീക്രട്ട് ബാസ്റ്റർഡ് ഹാഫ് ബ്രദർ ആണെന്ന് അവകാശപ്പെടുന്ന മദ്യപാനിയും വായാടിയുമായ ഉൾഫ് ദ വൈറ്റ് എന്നയാളും ഉൾപ്പെടുന്നു. ഡ്രാഗൺ സ്റ്റോണിൽ വെച്ച് ഈ ഡ്രാഗൺ സീഡ്സിനെ ഭീമാകാരനും അത്യന്തം വയലന്റുമായ വെർമിത്തോർ എന്ന ഡ്രാഗണിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. എന്നാൽ അത് ദേഷ്യത്തോടെ അവരെല്ലാം ചുട്ടുകൊല്ലാൻ തുടങ്ങുന്നു. ഈ ബ്ലഡ് ബാത്തിനിടയിൽ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സ്ത്രീയെ രക്ഷിക്കാനായി ഹ്യൂ ഹാമർ ധീരമായി മുന്നോട്ട് വരുന്നു. അയാളുടെ ആ അസാധാരണമായ ധൈര്യം വെർമിത്തോറിനെ ഇംപ്രസ് ചെയ്യുകയും തന്നെ ക്ലെയിം ചെയ്യാൻ അയാളെ അനുവദിക്കുകയും ചെയ്യുന്നു. അതേസമയം ഭയന്ന് വിറച്ച് ജീവനും കൊണ്ടോടിയ ഉൾഫ് ആക്സിഡന്റലി സിൽവർ വിങ് എന്ന ഡ്രാഗണിന് മുന്നിൽ ചെന്ന് പെടുകയും ആ ഡ്രാഗൺ ഉൾഫിനെ തന്റെ റൈഡറായി സ്വീകരിക്കുകയും ചെയ്യുന്നു. കിങ്സ് ലാൻഡിങ്ങിൽ ഓൾഡ് ടൗണിൽ താമസിച്ച് ട്രെയിനിങ് നേടിയിരുന്ന തന്റെ അനിയൻ ഡെയ്റോൺ അവന്റെ ഡ്രാഗണായ ടെസാരിയോണിനൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട് എന്ന വാർത്തയറിഞ്ഞ എയ്മോണ്ട് തന്റെ സ്മോൾ കൗൺസിൽ മീറ്റിംഗിൽ ഏറെ സംതൃപ്തി പ്രകടിപ്പിക്കുന്നു. എന്നാൽ ടീം ബ്ലാക്ക് ഹ്യൂവിനെയും ഉൾഫിനെയും തങ്ങളുടെ പുതിയ 2 ഡ്രാഗൺ റൈഡേഴ്സായി സ്വന്തമാക്കി എന്ന ഞെട്ടിക്കുന്ന വിവരം അറിയുന്നതോടെ എയ്മോണ്ടിന്റെ ആ അഹങ്കാരമെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നു. ആലിസന്റെ മറ്റു മക്കളെ പോലെ അല്ല ഡെയ്റോൺ വളരെയധികം ശക്തനും എന്നാൽ മാന്യനും ദയയുള്ളവനുമായി വളർന്നിട്ടുണ്ടെന്ന് അവളുടെ സഹോദരൻ ഗ്വിൻ അവൾക്ക് ഉറപ്പു നൽകുന്നത് ആലിസന്റിന് വലിയൊരു ആശ്വാസമാവുന്നു. തന്റെ പരാജയങ്ങളിൽ പ്രകോപിതനായ എയ്മോണ്ട് തന്റെ സിസ്റ്റർ ഹെലനയെ അവളുടെ ഡ്രാഗണായ ഡ്രീം ഫയറിനൊപ്പം ബാറ്റിലിൽ പങ്കെടുക്കാൻ പ്രഷർ ചെയ്യുന്നു. എന്നാൽ ഇതിന് വിസമ്മതിക്കുന്ന ഹെലന എയ്മോണ്ടിന്റെ വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള വിഷൻസ് താൻ കണ്ടിട്ടുണ്ടെന്ന് അവനോട് വെളിപ്പെടുത്തുന്നു. ഇതിനിടയിൽ അധികാര കൊതിമൂത്ത എയ്മോണ്ട് അയൺ ത്രോണിന്റെ കൺട്രോൾ പൂർണ്ണമായും ഏറ്റെടുക്കാനായി ഏഗോണിനെ ഉടൻ തന്നെ വധിച്ചേക്കുമെന്ന് ഭയന്ന് ലാരിസ് ഏഗോണിനെ സഹായിക്കുകയും അവന്റെ ഹെൽത്ത് വീണ്ടെടുക്കുന്നത് വരെ ഒളിവിൽ കഴിയാനായി കിങ്സ് ലാൻഡിങ്ങിൽ നിന്നും അവരെ രഹസ്യമായി പുറത്തു കടത്തുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ദ വെയിലിൽ വെച്ച് ആ പ്രദേശത്ത് ഒരു വൈൽഡ് ഡ്രാഗൺ ചുറ്റിത്തിരിയുന്നുണ്ടെന്ന വിവരം ലേഡി ജെയിൻ ആരൻ റെയ്നയോട് വെളിപ്പെടുത്തുന്നു. കൂടാതെ റെനേറയുടെ ചെറിയ കുട്ടികളായ വിസേറിസിനും ഏഗോൺ ദ യങ്ങറിനും അഭയം നൽകാൻ പ്രിൻസ് ഓഫ് പെന്റോസ് സമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യവും ജെയിൻ പറയുന്നു. അങ്ങനെ ലിറ്റിൽ പ്രിൻസസ് രണ്ടുപേരും അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ആ വൈൽഡ് ഡ്രാഗണിനെ കണ്ടെത്തി ക്ലെയിം ചെയ്യാനായി റെയ്ന ഒറ്റയ്ക്ക് വനത്തിലേക്ക് പോകുന്നു. ഹാരൻ ഹാളിൽ വെച്ച് ഡെയ്മൺ ഹൗസ് ടള്ളിയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരുടെ ലീഡറായ ലോർഡ് ഗ്രൂവർ ടള്ളി പ്രായക്കൂടുതൽ കാരണം വളരെ വീക്കായിരുന്നു. തുടർന്ന് ആലിസ് റിവേഴ്സ് അദ്ദേഹത്തെ വധിക്കുകയും ഇതോടെ അദ്ദേഹത്തിന്റെ യങ് സക്സസറായ ഓസ്കറിനെ ലോർഡ് പാരമൗണ്ട് ഓഫ് ദ റിവർലാൻഡ്സ് പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. പുതിയ ലോർഡായ ഓസ്കർ റിവർലാൻഡ്സിന്റെ പൂർണ്ണ പിന്തുണ റെനേറയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ബ്രാക്കൻസ് ഫാമിലിക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശിക്ഷയായി വില്യം ബ്ലാക്ക്വുഡിന്റെ തല വെട്ടിയെടുക്കണമെന്ന് അവൻ ഡെയ്മോണോട് ആവശ്യപ്പെടുന്നു. ഡെയ്മോൺ ഇപ്പോഴും ക്വീനിനോട് കൂറു പുലർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി റെനേറ ഡെലിഗേറ്റ് ചെയ്ത സർ ആൽഫ്രഡ് ബ്രൂം പക്ഷെ തന്റെ ക്വീനിനെ വഞ്ചിക്കുകയും അയൺ ത്രോൺ സ്വന്തമാക്കാൻ ഡെയ്മോണിന് തന്റെ സപ്പോർട്ട് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഏഗോൺ ദ കോൺകററിനെ കുറിച്ചുള്ള വിഷൻസ് കാണാൻ ആലിസ് ഡെയ്മോണിനെ സഹായിക്കുന്നു. ഇത് തന്റെ ഡെസ്റ്റിനിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും ഭാവിയിൽ വരാനിരിക്കുന്ന വൈറ്റ് വാക്കേഴ്സിന്റെ ഇൻവേഷനെ തടയാൻ സ്വയം പ്രിപ്പയർഡ് ആവാനും ഡെയ്മോണിന് കരുത്തു നൽകുന്നു. ഇതോടെ ഡെയ്മോൺ ഒടുവിൽ തന്റെ ഭാര്യയായ റെനേറയോട് വീണ്ടും പൂർണ്ണമായ അലിജൻസ് പ്രഖ്യാപിക്കുന്നു. ഇതേ തുടർന്ന് രാജ്യദ്രോഹ കുറ്റത്തിനുള്ള ശിക്ഷ ഭയന്ന് ആൽഫ്രഡ് ബ്രൂം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സീസൺ 2 അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ആഡം, ഹ്യൂ, ഉൾഫ് എന്നീ പുതിയ ഡ്രാഗൺ റൈഡേഴ്സിനെയും കൂടെ നിർത്തിക്കൊണ്ട് റെനേറ തന്റെ ആർമിയെ ഗ്രീൻസിനെതിരായ യുദ്ധത്തിനായി സജ്ജമാക്കുന്നു. അവർ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പായി ആലിസന്റ് ഡ്രാഗൺ സ്റ്റോണിലെത്തി തന്റെ പഴയ കൂട്ടുകാരിയോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു. ഇനിമേൽ നിരപരാധികളുടെ രക്തം ചിന്താൻ ആഗ്രഹിക്കാത്തതിനാൽ റെനേറയ്ക്ക് അയൺ ത്രോൺ പിടിച്ചെടുക്കാൻ താൻ സഹായിക്കാമെന്നും പകരം തന്റെയും മക്കളുടെയും ജീവൻ വെറുതെ വിടണമെന്നുമാണ് ആലിസന്റ് അപേക്ഷിക്കുന്നത്. റെനേറ ഈ നിർദ്ദേശം ഭാഗികമായി അംഗീകരിക്കുന്നു. എന്നാൽ അയൺ ത്രോണിന് മേൽ തനിക്ക് യാതൊരുവിധ എതിർപ്പുകളും വരാതിരിക്കാൻ ഏഗോണിനെ മാത്രം വധിക്കണം എന്ന സ്ട്രിക്റ്റ് കണ്ടീഷൻ അവൾ മുന്നോട്ട് വെക്കുന്നു. അത്യന്തം മടിയോടെയാണെങ്കിലും ആലിസന്റ് അതിന് സമ്മതിക്കുകയും കൃത്യം 3 ദിവസത്തിനകം കിങ്സ് ലാൻഡിങ്ങിന്റെ ഗേറ്റ്സ് റെനേറയ്ക്കായി തുറക്കുമെന്നും അതിലൂടെ അവൾക്ക് സമാധാനപരമായി അയൺ ത്രോൺ സ്വന്തമാക്കാമെന്നും ഉറപ്പു നൽകുന്നു. അപ്പോൾ അതാണ് സീസൺ 2 ഓഫ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ. റീക്യാപ്പ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് ഫീഡ്ബാക്ക് കൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. സീസൺ 3യെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കൂടി ഷെയർ ചെയ്യുമല്ലോ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി എത്രയും വേഗം കാണാം. അതുവരെ ബൈ.